ഇതൊന്നും വാങ്ങി ഇതെല്ലാം കൂടെ തന്നെ കൊല്ലും. ആ കല്യാണമാണ് നമ്മുടെ ഗൈസ് തീർന്നില്ല മക്കളെ, ഇത് ഇപ്പോഴൊന്നും തീറ്റിടാ. ബിരിയാണി കഴിക്കില്ലെന്ന് വിചാരിച്ച കുഞ്ഞാവയാണെങ്കിൽ ബിരിയാണി കൂടി ബിരിയാണി ഇത് നോക്കണം. കഴിക്കണം പുതിയ പടം വാങ്ങിച്ചത്. എവിടേക്കാണ് പോവേണ്ടത്? ആദ്യം ആർക്കേല് സാരി എടുത്തിട്ട് രാമേന്ദ്രന് കുറച്ച് പർച്ചേസ് ഉണ്ട്. ഈ ബാസ്ക്കറ്റ്, കുറച്ച് ബക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങള് ഇതൊന്നും വാങ്ങി ഇതെല്ലാം കൂടെ തന്നെ കൊല്ലും. ഇന്ന് കൊല്ലൂല, ചേട്ടൻ വാഴയും കൊണ്ട് കാറിയിരിക്കും, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരും. ആർക്കേല് മാത്രം വാഴയും കൊണ്ട് ചേട്ടൻ കാറിയാലും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ഞായറാഴ്ചയാണ്, എന്നെ വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കണില്ല. ഇപ്പം പറഞ്ഞതെല്ലാം കേട്ടില്ലേ? ഇന്നത് മൊത്തം നമ്മൾ ഷോപ്പിംഗ് ആണ്. പോയിട്ട് വരട്ടാ? വരണ അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞ എനിക്കിവിടെ പണിക്കാർ നിൽക്കുന്ന ജോലിയുണ്ട്. ആ പണിക്കാരെ നിൽക്കുന്ന കാര്യമാണ് ഗൈസ്. നമ്മളത് അവിടെ പണിയൊക്കെ ഏകദേശമായി. നമുക്ക് പണിക്കാരെ പോയി കണ്ടിട്ട് വരാം. മഴ മഴ പണി നിർത്തിയാ? മഴ വിഷയമാക്കി ഗൈസ്. നമ്മൾ ഈ പ്രദേശം എല്ലാം ഇപ്പം ഇങ്ങനെ ആക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ട, നമ്മൾ അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ചെളിയല്ലായിരുന്നു. ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ഇവിടെയൊക്കെ കെട്ടിത്തിരിച്ച്, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ നിരത്തി ക്ലീനാക്കി. പിന്നെ നമ്മളതാണ്ട് ഇവിടെയൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ ആയിക്കണ്ട. പണി നടക്കുന്നേ ഉള്ളൂ, വർക്ക് നടക്കണേ ഉള്ളൂ. എന്നാലും നമ്മളിവിടെ ഒരു വേസ്റ്റ് കുഴിയൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഫില്ല് ചെയ്ത് അവിടെയെല്ലാം കെട്ടിത്തിരിച്ച് ഇനി അങ്ങോട്ടും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. ആണോ, അടിപൊളിയായില്ലേ? കയറി ബാബാ, കമോൺ കമോൺ. ഹേ ബേബി, ഹേ 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 ഹേ. ആ വണ്ടി കയറി ഉടനെ ഗിയറ്, താക്കോല്. ആ ഇനി എന്തിനാണ് ക്ലിപ്പ്? ആ പൈസ കൊള്ളാം, സൂപ്പർ. പോവാ, നമുക്ക് പോവാടാ. പോവാമോ? നമ്മൾ എവിടെയാണ് പോണ? അമ്മയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണ് നമ്മൾ പോണെന്ന്. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും. അത് പറയൂല ഗൈസ്, എന്നെ വിളിയോടക്കും. ഗൈസ്, നമ്മുടെ വിജീഷിന്റെ കല്യാണമായി. ഡേറ്റ് ഓഗസ്റ്റ് 18 അപ്പോൾ അതിന്റെ കല്യാണ ഡ്രസ്സുകൾ എടുക്കാൻ, അതായത് നമുക്ക് കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സുകൾ എടുക്കാനുള്ള ഷോപ്പിംഗ് ആണ് ഇന്ന്. എനിക്ക് അറിഞ്ഞൂടാ, ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ പോകണമെന്ന് പറഞ്ഞ് ഇപ്പം മണി 12:30 നമ്മൾ ഇതുവരെ ഇറങ്ങിയില്ല. ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. നേരെ ഇനി ഇങ്ങോട്ടാ പോണേ? ആർക്കെ വെഡിങ് മോൾ. അതെവിടെ? അട്ടക്കുളങ്ങര പുതിയത് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട്, ഓക്കെ ശരി. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. മഴ ചാറി തുടങ്ങി കേട്ടോ. മക്കളെ, എഴഞ്ഞു നടക്കാൻ പറ്റണില്ല. നമ്മളെവിടെ പോണേന്ന്? കാഴ്ചകൾ കണ്ടിരുന്നാ മതി അല്ലേ രുദ്രു? കേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി കേബിളിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാനാണ് ശ്രമം. ഗൈസ്, നമ്മളങ്ങനെ അറ്റ് ലാസ്റ്റ് ആർകെ വെഡിങ് മോളിലെത്തിയിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ പാർക്കിംഗ് ഇവിടെ ഇല്ല, അവർ വേറെ എവിടെയാണ് പാർക്ക് ചെയ്യണം. അപ്പോൾ സെക്യൂരിറ്റി വന്ന് നമ്മളെ വണ്ടി നമ്മളിവിടെ ഇട്ട് കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഒരു വലിയ കൂടെയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കളക്ഷൻ. എന്തോന്നാണ്? സെൽഫ് സർവീസാ? ഗൈസ്, ഇതാണ് കളക്ഷൻ. കണ്ട, വിശാലമായ ഷോറൂം. ഗൈസ്, നമ്മൾ ഒരു സൈഡിലോട്ട് മാറി. ഇത് കണ്ട, ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് അവിടെ തന്നെ നിൽക്കുക. കുറേ തുണികളും വാരിയിട്ട് ഫോണിൽ ഏതോ പടം നോക്കുന്നുണ്ട്. ഐഷു ആയില്ലേ? ആ
വല്ലത് മനസ്സിലായ? അവൾ ഉദ്ദേശിച്ചത് അവൾക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഫോണിൽ ഫോട്ടോ തപ്പണം എന്നാണ് ഈ പറയണത്. രുദ്രാക്ഷി ഇരുന്ന് ഇതാ ഇവിടുത്തെ സെയിൽസ് ഗേളിൻ്റെ അടുത്തൊക്കെ പോയി. രുദ്രു വാടാ വാടാ. അവൾ എപ്പോഴും എന്തേ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവൻ കമ്പനിയായി. എന്താണ് എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട യെല്ലോ അല്ലേ? റെഡിഷ് എവിടെ? എനിക്ക് മഞ്ഞയായിട്ടാണ് തോന്നുന്നത്. രണ്ട് കളർ ഷെയ്ഡ് ഉള്ളതാണ്. രണ്ട് കളറുണ്ട്. റെഡിഷ് അല്ലേ വേണ്ടത്? എങ്ങനെയുണ്ട്? കൊള്ളാം. ചേട്ടന് ഈ കളർ ഷർട്ട് എടുക്കണം. ഏത് ഈ കളറാ? ആയിഷ് അടാതെ ആ ബ്ലൂ എടുക്കട്ടെ. ഏറ്റവും മണിയിരിക്കുന്ന ചെക്ക് വരുന്ന ആ ബ്ലൂവാ? മാത്രമേ കൊള്ളാം. ഇതും ഇത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ ചേട്ടന് ഈ കളർ ഷർട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ഞാൻ എടുക്കാം. ആ വയലറ്റ് എടുക്കട്ടെ. ഏത് വൈറ്റ്? വയലറ്റ്. വയലറ്റാ? ആ വയലറ്റ് ഷെയ്ഡ് വരണുണ്ടല്ലേ? പ്ലെയിൻ ആയിട്ടുള്ളതില്ലേ? മോണോക്രോം കളേഴ്സ്. ഗൈസ് നമുക്കൊന്നും അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണ് ഇവർ പറയണത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. മോണോക്രോം കളറിന് ഒറ്റ കളർ ഇതേപോലെ രണ്ട് ഇതായിട്ട് വരില്ല. ഓ അങ്ങനെയാണല്ലേ? അപ്പടിയാ? നമുക്ക് അതിന് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഷെയ്ഡ് വന്നിട്ട് കളർ ഞാൻ ബ്ലാക്ക് കളർ ഷർട്ട് ഇടാൻ ഉദ്ദേശിച്ചു. കല്യാണമാണ്, നമ്മുടെ ബ്ലാക്ക് ഇട്ടിട്ട് പോകണം. ഞാനും രുദ്രാക്ഷും ബ്ലാക്ക് കളർ ഷർട്ടും. ബ്ലാക്ക് കളർ ഷർട്ട് അല്ലേടാ? അവന് ഉറക്കം വരുന്നു. അച്ഛൻ്റെ മോനാണ്, താല്പര്യമില്ല. കഴിയാറായ വേണം. അത് ഞാൻ കേസ് കഴിച്ചു കൊടുക്കാം. ഗൈസ് രുദ്രപ്പൻ വെള്ളം വെച്ച് തുടങ്ങി. രുദ്രപ്പ ഉണ്ടായി. എടേ നമ്മൾ നേരത്തെ കാണിച്ച അതേ സാധനം തന്നെ സെലക്ട് ചെയ്ത്. ഇനി അടുത്ത പരിപാടി ഓക്കെ ഗൈസ് തീർന്നില്ല മക്കളെ. ഇത് ഇപ്പഴൊന്നും തീറ്റിടാം. നമ്മളെടുത്തില്ല, ഇനി ഇത് എടുക്കുന്ന ഗൈസ്. നിങ്ങളും ഇങ്ങനെയാണ് ഒരു സാധനം എടുത്തിട്ട് വീണ്ടും 5-6 സാധനങ്ങൾ തപ്പൂ. ഗൈസ് നമ്മളങ്ങനെ ബ്ലൗസ് വാങ്ങിക്കാനായിട്ട് വന്നത് കണ്ടോ? ബ്ലൗസ് പീസ് വാങ്ങിക്കാനായിട്ട് വന്നു. ഇത് ഇത്രയും ബ്ലൗസ് പീസാണ്. ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മളത് ഈ ബോട്ടിൽ ഗ്രീന് ബ്ലൗസ് കണ്ടേ. ഇതിന് മാച്ചിങ് ആണ്. മസ്റ്റാർഡ് യെല്ലോ അല്ലേ? യെല്ലോ ഷെഡിന് ചേരുന്ന ബോട്ടിൽ ഗ്രീൻ നമ്മൾ സെലക്ട് ചെയ്തു. രുദ്രു കരച്ചിലിന്റെ ഭാഗമായിട്ട് വക്കിലാണ്, ഉറക്കത്തിന്റെ വക്കിലാണ്. രുദ്രു പോവാം. രുദ്രു നമുക്ക് വീട്ടിൽ പോവാം. ഗൈസ് നമ്മളെ സാധനം വാങ്ങിച്ചിറങ്ങി. ഇതാ കൊട്ട് നടക്കാൻ വയ്യ. ഇനി എവിടെ പോണം? ഇനി എവിടെ പോണം? എന്നെ ഇന്ന് വിടാൻ ഒരു പരിപാടി ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ ട്രെയിലിൽ നോക്കിയത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടും എടുക്കും.
എനിക്ക് തോന്നുന്നു 2 സൂട്ടാവുന്നു. ചേണ്ടയിൽ ഇല്ലാത്ത 2 ഷെയ്ഡ്സ് ആണ്. കാണാം. ഗൈസ്, നമ്മൾ RK വെഡിങ് മോളിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒന്ന് മഴ, ഭയങ്കര മഴ, അത് കഴിഞ്ഞ് മുടിഞ്ഞ ബ്ലോക്ക്. ഇത്രയും വണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ചെല്ലം അംബർല മാർട്ട്. മഴയെന്ന് പറഞ്ഞാൽ അതിഗംഭീര മഴ, നല്ല മഴ. നമ്മൾ അനിയത്തിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കണക്കാക്കിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയതാണ്. നമ്മൾ RK വെഡിങ് മോളിൽ നിന്ന് നേരെ വന്നത് ചെല്ലം അംബർല മാർട്ടിലാണ്. ഗൈസ്, അനിയത്തിക്ക് ആശുപത്രിയിലേക്ക് സാധനം വാങ്ങിക്കാൻ വന്നിട്ട് ഇതാ നമ്മളെ കുട വാങ്ങിക്കാൻ കയറി. കുട സാധനം വാങ്ങിച്ച് കുടയിലെത്തി. ഇത് കൊള്ളാം. അതേത് കമ്പനിയുടെ സാധനം? കോപ്പിയാ? ഇത് കൊള്ളാം, പല കളർ. എനിക്ക് മറ്റേ തന്നെ ഇഷ്ടപ്പെട്ടത്, സിംഗിൾ കളർ. ഞാൻ 1200. ഏത് ഇതാണെങ്കിലോ 900. നമുക്കിത് മതി, ഈ കളറാണ്. ഐശ്വര്യ നടന്ന് വയ്യ. പിന്നെ എങ്ങനെയാണ് വയ്യാണ്ടായത്? ഉടനെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണാം അല്ലേ? ചെറിയ ട്രാൻസ്ഫോർമേഷന്റെ പണിപ്പുരയിലോട്ട് കയറിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കാലുവയ്യാണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ കളിയാക്കുന്നുണ്ട്. ഋതുക്കുട്ടൻ ഭയങ്കര ഉറക്കം. മക്കളെ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യണ്ട. ഗൈസ്, അങ്ങനെ നമ്മുടെ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി പുറത്ത്. നമ്മളിനി അടുത്ത എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ 2 സാധനം വാങ്ങിക്കാൻ കയറിയതാണ്. 2 ബക്കറ്റ് വാങ്ങിക്കാൻ കയറിയതാണ്. ബക്കറ്റ് വാങ്ങിച്ച് അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുട വാങ്ങിക്കാൻ പോയി. അവിടെ ഇരിക്കുന്ന കുട ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടില്ലേ നേരത്തെ കണ്ട കട. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കണ്ടായിരുന്നു കുട വാങ്ങിക്കണം. അങ്ങനെ കുട വാങ്ങിച്ച് ഇനി നമ്മളിനി അടുത്ത് നേരെ പോകുന്നത് പാരഗണിൽ ഒരു ബിരിയാണി സാപ്പിടാം. ഗൈസ്, നമ്മളങ്ങനെ പാരഗണിൽ എത്തിയിരിക്കുകയാണ്. പുതിയ കുട വാങ്ങിച്ചത് ടാപ്പൊടി. നല്ല തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ട്. മട്ടൻ, നല്ല മട്ടൻ, ഓക്കെ. ബാക്കി നമ്മുടെ ബിരിയാണി വന്നിരിക്കുകയാണ്. ചൂട് പറക്കുന്ന ബിരിയാണി. 2 മട്ടണോ? പപ്പടം, ബിരിയാണി, റൈത്ത, ചട്നി, ഡേറ്റ്സ് അച്ചാറല്ലേ. എങ്ങനെ കഴിക്കുന്നു? ശീലമായി. 11 മാസമായി. എത്ര നമ്മൾ എടുക്കാനുള്ള തിരിവിരിപ്പുണ്ട്. പെട്ടെന്ന് അപ്പോൾ നമുക്ക് കഴിച്ചാലോ? മതിയോ?
ബിരിയാണി കഴിക്കില്ലെന്ന് വിചാരിച്ച കുഞ്ഞാവയാണെങ്കിൽ ബിരിയാണിയോട് ബിരിയാണി ഇത് നോക്കണം. കഴിക്കണം. വീട്ടിൽ നിന്ന് ചോറ് കൊടുത്താൽ കഴിക്കൂല അല്ലേടി? കുറുക്ക് കൊടുത്താൽ കഴിക്കൂല, ചോറ് കൊടുത്താൽ കഴിക്കൂല. ബിരിയാണി ബിരിയാണി വേണോ? വെറുതെ വെച്ചു കൊടുത്തതാ. പിന്നെ വായ തുറക്കൊന്നുകൊണ്ട് ഒലിക്കുക. റൈസൊക്കെ നല്ല വെന്തൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിക്കാൻ പറ്റില്ല. ബിരിയാണി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഡയറ്റ് മറന്നുപോയാ? ഗൈസ് 2-3 ദിവസം കൊണ്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരുന്ന ആളാണ്. ജിമ്മിലൊക്കെ പോയി തുടങ്ങിയ ആളാണ്. ബിരിയാണി എന്നിട്ടപ്പോൾ മറന്നു. നമ്മളെ രുദ്രക്കുട്ടൻ കണ്ടാ? രുദ്രക്കുട്ടൻ ബിരിയാണിയൊക്കെ തിന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു ആഹാരം കൊടുത്ത് കഴിക്കില്ല. ഇവിടെ ബിരിയാണിയുടെ ചെറിയ കുറച്ച് റൈസ് കൊടുത്താൽ പിന്നെ വീണ്ടും കഴിക്കാൻ. ബിരിയാണി ഇഷ്ടപ്പെട്ടാണെങ്കിൽ അപ്പം നമ്മൾ ബിരിയാണിയെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ പാരഗണിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെ വെഡിങ് മോള്, പിന്നെ ചെല്ലും അംബ്രല്ല മാർട്ട്, പിന്നെ പാരഗൺ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആർക്കെ വെഡിങ് മാളിൽ പോയത് എനിക്ക് ഭയങ്കര മടുപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. ഒന്ന് പരസ്യമൊക്കെ ഓക്കെ, പരസ്യത്തിൻ്റെ പരസ്യം എന്തൊരാളാണ് ഇവിടെ. ഈ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറുമ്പുക്ക് എന്തെന്ന് കാക്കക്കൂട്ടി കല്ലിട്ട് പോലെ എന്ന് പറയില്ലേ, കല്ലിട്ട് ആരെങ്കിലും തലയിലെ വീഴും, ആവില്ല. അതേ ഒരു അവസ്ഥയാണ് അവിടെ ആള്. പിന്നെ അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് ആണ് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് എടുത്തോളാം. നമ്മൾ അസിസ്റ്റ് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. അങ്ങനെ ആൾക്കാരുണ്ട്, പക്ഷെ അതിനുള്ള അത്രയും സ്റ്റാഫുകൾ അവർ വെച്ചിട്ടില്ല. അതൊന്നും. പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്കൗണ്ട് ഒന്നുമില്ല. അവർ 99,1999 എഴുതിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ MRP 9,999 അതിലൊരു 20-30 രൂപയ്ക്കുള്ള കുറവേ അങ്ങനെയുള്ള ഡിസ്കൗണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് 1999. അപ്പോൾ അതാണ് അവിടുത്തെ വിശേഷം. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ, നമ്മളെ വീഡിയോയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാണും. അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണ് എന്നൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. രുദ്രക്കുട്ടൻ എന്ന ബഹളം വെച്ച് തുടങ്ങി. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് ടൈം ദിസ് ഈസ് ആനന്ദ് നായർ സൈനിങ് ഔട്ട് ഫ്രം സൺഡേ ട്രാവൽ വ്ലോഗ്സ്. ബൈ ബൈ.